സ്വാദിഷ്ടമായ മഷ്റൂം മസാല തയ്യാറാക്കുന്ന വിധം കാണാം. അതിനായി 200 ഗ്രാം മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. പാൻ വെച്ച് ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില എന്നിവ ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് ലൈറ്റ് ബ്രൗൺ കളറായതിനു ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. നന്നായി ഇളക്കി വഴറ്റുക. ഇതിപ്പോൾ നന്നായി വെന്ത് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർക്കുന്നതിന് മുമ്പേ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കുക. അതിനുശേഷം മഷ്റൂം ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് 20 മിനിറ്റ് നേരം വേവിക്കുക. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്ക കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.